തുടക്കത്തിൽ നിങ്ങളുടെ ഇഷ്ടവിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇന്ന് ചില ചാനലുകളിൽ അവിടെ പൂരം കലക്കിയതിനെ കുറിച്ചിട്ടുള്ള അജിത് കുമാറിനെതിരായ DGPയുടെ റിപ്പോർട്ട് സർക്കാർ മടക്കി അയച്ചു എന്നൊരു വാർത്തയിൽ. അതുണ്ടെങ്കിൽ അത് അത്യന്തം ഗുരുതരമാണ്. കാരണം ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രശ്നം ഇങ്ങനെ കത്തി നിൽക്കുന്നതിൻ്റെ ഇടയിൽ സ്വന്തം കാര്യം ഒപ്പിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഇപ്പോൾ പൂരം കലക്കിയ സംഭവം പുറത്തു വരുന്നതിൽ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഇത്ര അസ്വസ്ഥത? അപ്പോൾ കള്ളവോട്ടും അതിനു പുറമെ സർക്കാരിന്റെ ഒരു കൈത്താങ്ങും സുരേഷ് ഗോപിയുടെ വിജയത്തിന് സഹായകമായി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് വളരെ ദൗർഭാഗ്യകരമാണ് ഈ നടപടി. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ശക്തമായി തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരായി ശക്തമായി ഞങ്ങൾ പ്രതികരിക്കും. അതുകൊണ്ട് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. അല്ലെങ്കിൽ വിജിലൻസ് കോടതിയുടെ വിധി പോലെ ഭാവിയിലും വിധികൾ മുഖ്യമന്ത്രിക്കെതിരായിട്ടുണ്ടാവും. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ അദ്ദേഹത്തിനുണ്ടാവും. അത് സംസ്ഥാന പോലീസ് മേധാവിയാണല്ലോ ഒരു അന്വേഷണത്തിന്റെ അവസാന വാക്ക്. അദ്ദേഹം നൽകിയ റിപ്പോർട്ട് അനുകൂലമാവാത്തതാണ് പുതിയ DGPയോട് നിങ്ങൾ ഒന്നുകൂടി അന്വേഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. അത് അനുകൂലമായ റിപ്പോർട്ട് വരുത്തുന്നതിന് വേണ്ടിയല്ലേ? അത് അനുകൂലമായിട്ട് റിപ്പോർട്ട് വരുന്നത് വരെ കിട്ടുന്ന റിപ്പോർട്ട് മടക്കി അയച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ റിപ്പോർട്ടുണ്ടോ? അപ്പോൾ അജിത് കുമാറിനോട് എന്താണ് ഇത്രയേറെ ഒരു കമ്മിറ്റ്മെന്റ്? യൂരി പിടിച്ച വാളിന്റെ ഇടയിൽ കൂടെ നടന്ന ആള് എന്തിനാണ് ഒരു അഡീഷണൽ DGP എങ്ങനെ ഭയപ്പെടുന്നത്? എന്തിനാ? അതാണ് പറഞ്ഞത്. ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. പൂരം കലക്കിയത് BJP വിജയിപ്പിക്കാൻ വേണ്ടി തന്നെയാണെന്ന് ഉള്ള സത്യം ഏതാണ്ട് പുറത്തു വന്നിരിക്കുക. കേരള രാഷ്ട്രീയമാണല്ലോ കത്തുന്നത്, വരെയല്ലല്ലോ. അപ്പോ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് സസ്പെൻഷൻ നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ജനാധിപത്യ പാർട്ടിയെ സംബന്ധിച്ച് ചെയ്യുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഇപ്പോഴും ഒരു റിട്ടേൺ കംപ്ലൈന്റ് വന്നിട്ടില്ല. പക്ഷെ എങ്കിലും സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമെന്നുള്ള നിലയിൽ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഇത് അവസാനമായിട്ട് കണക്കാക്കണ്ട. ഇനി കൂടുതൽ പ്രതികരണങ്ങളും പരാതികളും വരുന്നതനുസരിച്ച് മൂന്നാം ഘട്ട നടപടിയും സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ നിന്നുണ്ടാവും. ഇതിപ്പോൾ ഒന്നാം ഘട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചു. രണ്ടാം ഘട്ടം എന്നുള്ള നിലയിലാണ് സസ്പെൻഷൻ. ഇനി കൂടുതൽ പരാതികൾ ഉണ്ടാവുകയും തെളിവുകൾ പുറത്തു വരികയും ചെയ്താൽ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കും. അക്കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം ഇത്രയും നടപടികളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും മുമ്പ് ചെയ്തിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. കാരണം പാലക്കാട്ടെ മത്സരം UDFും BJP ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു പരാജയ ഭീതി ഞങ്ങൾക്കില്ല. പക്ഷേ ഇവിടെ ബൈ ഇലക്ഷൻ അല്ല ചർച്ച. ഓരോ MLAക്കെതിരായി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പാർട്ടിക്ക് അത് വെറുതെ നോക്കിയിരിക്കാൻ സാധ്യമല്ല. അതിന്റെ ഭാഗമായിട്ടാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ഈ വന്ന ഓഡിയോന്റെ ഒക്കെ ആധികാരികത കൂടെ അറിയണം. ഇക്കാര്യത്തിൽ മാങ്കൂട്ടത്തിന്റെ നിലപാടും നേരിട്ട് വരെ പാർട്ടി വിശദീകരണം കിട്ടിയിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് അതും കൂടെ നൽകാനുള്ള സമയമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ സസ്പെൻഷൻ എന്നുള്ളതൊരു സ്ഥിര ഏർപ്പാടല്ല. കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകാൻ പാർട്ടിക്ക് മടിയില്ല എന്നതിന്റെ സൂചനയാണ്. തീർച്ചയായിട്ടും. അതായത് ഒരു പാർട്ടി അംഗത്തിന് ലഭിക്കുന്ന പ്രൊട്ടക്ഷൻ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിൽ നിന്ന് ലഭിക്കില്ല എന്നുള്ളതിന്റെ സൂചനയാണ് ഈ സസ്പെൻഷൻ. ശ്രീമതി ഉമ തോമസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം ഇന്നലെ മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനുള്ളിൽ നിന്നാണ് അത് നടക്കുന്നത് സൈബർ ആക്രമണം ഒന്നും ആരും ശ്രദ്ധിക്കേണ്ട കാര്യം. അത് വായിക്കാണ്ടിരുന്നാൽ പോരെ.
അങ്ങനെ എനിക്കെതിരായിട്ട് എന്തൊക്കെ വരും ഞാൻ മൈൻഡ് ചെയ്യാറില്ലല്ലോ. ഉമാ തോമസ് പറഞ്ഞത് കേരളത്തിലെ സ്ത്രീകളുടെ വികാരമാണ്. അത് പാർട്ടി ഉൾക്കൊണ്ടിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും അതിന് ഉമാ തോമസും മറ്റ് മഹിളാ കോൺഗ്രസ് നേതാക്കന്മാരും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടി ഞങ്ങളോടൊപ്പം ഇനി കൂടണ്ട എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ സ്ഥാനം രാജിവെക്കാനുള്ള അവകാശമൊക്കെ രാഹുലിനുണ്ട്. അത് വേണോ വേണ്ട അദ്ദേഹം തീരുമാനിക്കട്ടെ. അതായത് അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസ് ആണ്, സ്ഥാനാർത്ഥിയാക്കിയത് UDF ആണ്. ആ രണ്ടുപേരും പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇനി കൂടണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കടിച്ചു തൂങ്ങണോ വേണ്ടേ എന്നുള്ളത് രാഹുലിന് തീരുമാനിക്കാം. പാർട്ടിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഇത്രേ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ വന്നാൽ അന്ന് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം.